എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. 2025 എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ വർഷമാകട്ടെ, എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ ഒരു റാങ്കിങ് 1 മുതൽ 5 വരെയുള്ള റാങ്കിങ് ഉള്ള ഒരു പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. 100ഓളം പ്ലാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. 25ഓളം കമ്പനികളുടെ 100ഓളം പ്ലാനുകൾ അവൈലബിൾ ഉണ്ട്. എളുപ്പമല്ല 5 റാങ്കിങ് കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 5 പ്ലാനുകളാണ്. ഇതിൽ നിന്ന് അല്ലാതെ ചിലപ്പോൾ 2-3 നല്ല പ്ലാനുകൾസ് ഉണ്ടായിരിക്കും. അതും ഒന്ന് ഓണറി മെൻഷൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 5 പ്ലാൻസ് ഹെൽത്ത് ഇൻഷുറൻസിലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ പ്ലാൻ ആണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഇത് പല മെട്രിക്സുകൾ, അതായത് നമ്മൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ്, അതുപോലെ തന്നെ കംപ്ലൈൻസ് റേഷ്യോ, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ഈ കമ്പനികളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഈ കമ്പനികൾ എന്ന് അറിയാൻ വേണ്ടി, ഏതൊക്കെയാണ് ഈ കമ്പനികളുടെ പ്ലാൻ എന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു 100-150 പ്ലാനുകൾ, 25 കമ്പനികളുടെ 100-150 പ്ലാനുകളിൽ നിന്നാണ് ടോപ്പ് 5 പ്ലാൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ ചില പ്ലാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടാവാം, നല്ല പ്ലാനുകൾ. 2-3 പ്ലാനുകൾ ഞാൻ ഇവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ടോപ്പ് 5 അല്ലാതെ പ്ലാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പ്ലാനുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഈ പ്ലാൻ സെലക്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മാട്രിക്സ്, ശ്രദ്ധിച്ചിട്ടുള്ള മാട്രിക്സുകൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ, കമ്പനികളുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയെ കുറിച്ച് ഒരു നല്ലൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കമ്പനിയെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീച്ചേഴ്സ്, ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഏതൊക്കെ കമ്പനികളുടെ ആണെന്ന് ഈ റാങ്കിങ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആഡ് ഓൺ ബെനിഫിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ്, അതിന്റെ നല്ലൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റുള്ള കമ്പനികളായിരിക്കും ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈസ് ഓഫ് ക്ലെയിം ഹാൻഡ്ലിംഗ്, അതായത് ക്ലെയിം സെറ്റിൽമെന്റ് എളുപ്പത്തിൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യാവുന്ന കാര്യം ഏത് കമ്പനിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്ലാനാണ് കൊടുക്കുന്നത് ഈ റാങ്കിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കംപ്ലൈൻസ് റേഷ്യോ, ഏറ്റവും കുറഞ്ഞ കംപ്ലൈൻസ് റേഷ്യോ ഉള്ള കമ്പനികളായിരിക്കും റാങ്കിങ്ങിൽ ഫസ്റ്റ് വരുന്നത്, അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ, അതായത് കമ്പനി എത്ര പ്രീമിയം കളക്ട് ചെയ്യുന്നു, എത്ര ക്ലെയിം കൊടുക്കുന്നു എന്നുള്ള കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി പാർട്ട് കാണിക്കുന്ന ഇൻകേർഡ് ക്ലെയിം റേഷ്യോയും ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ റാങ്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ റാങ്കിങ്, നമ്മുടെ ടോപ്പ് 5 പ്ലാൻസ് റാങ്കിങ്ങിന്റെ ബേസിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ഊഹം ശരി തന്നെയാണ്. HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലാൻ ആണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി HDFC ERGO ക്ലെയിം സെറ്റിൽമെന്റിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. 100% കുറെ കാലം വരെ, ഇപ്പൊ 99% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ പ്ലാൻ ആണ് ഇപ്പോൾ നമ്പർ 1 സ്ഥാനത്ത് നമ്മുടെ റാങ്കിങ്ങിൽ വരുന്നത്. അതിൽ വേറെ കുറെ ഫാക്ടർ ഉണ്ട്, റിലയബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് HDFC ERGO കമ്പനി കഴിഞ്ഞ 20 കൊല്ലമായി മാർക്കറ്റിലുണ്ട്. വളരെ നല്ല രീതിയിൽ ജനറൽ ഇൻഷുറൻസിലും ഹെൽത്ത് ഇൻഷുറൻസിലും പ്രവർത്തിക്കുന്ന കമ്പനിയാണ് HDFC ERGO. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് 11,500 നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ്, ഇത്രയും ഹോസ്പിറ്റലായി നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിലുണ്ട് കമ്പനിയുടെ. പിന്നെ ഒരു പ്രധാന ഫീച്ചർ സെക്യൂർ ബെനിഫിറ്റ് എന്ന ഫീച്ചർ ഈ പ്ലാനിലുണ്ട്. അതായത് നമ്മളിപ്പോൾ 10 ലക്ഷം രൂപയുടെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് 20 ലക്ഷം രൂപ കിട്ടും എന്നുള്ള സെക്യൂർ ബെനിഫിറ്റ് എന്നുള്ള ഫീച്ചർ ഈ പ്ലാനിലുണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ഒരുവിധം പ്ലാനുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ OP റൈഡർ ആയിട്ടുള്ള വെൽബീങ് എന്ന് പറഞ്ഞ പുതിയ റൈഡർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോമൺ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കോമൺ ആയി വരുന്നേ ഉള്ളൂ. മെട്രോ സിറ്റീസിലൊക്കെ വെൽബീങ് OPയുടെ നല്ലൊരു റൈഡർ, ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള റൈഡർ നന്നായിട്ട് വരുന്നുണ്ട്. ഈ 2025 അത് നന്നായി അഡ്വാൻസ് ചെയ്തിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സമ്മർഷോർഡ് 2 കോടി വരെയുള്ള സമ്മർഷോർഡ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റൂം റെന്റ് റെസ്ട്രിക്ഷൻസ് ഇല്ല, കോപ്പേ ഇല്ല, സബ്ലിമിറ്റ്സ് ഇല്ല, ആയുർവേദം 100%, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒന്നും ആഡ് ഓൺസ് ആയിട്ട് എടുക്കേണ്ട കാര്യം, ആകെ കൂടി അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതൊരു വലിയ കാര്യമാണ്. പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറെ ആഡ് ഓൺസ് എടുക്കണം. 10-20 ആഡ് ഓൺസ് വരുന്ന കമ്പനീസ് ഉണ്ട്, പ്ലാനുകളുണ്ട്. അതൊന്നും വേണ്ട, ഒറ്റ ആഡ് ഓൺ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കമ്പനിയുടെ ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്കിങ്ങിൽ നമ്പർ 1
പൊസിഷൻ ഉള്ളത് HDFC ERGOയുടെ ഒപ്റ്റിമ സെക്യൂർ ആണ്. ഇതിന് എല്ലാ പ്ലാനുകൾക്കും ചില ഡ്രോബാക്സ് ഉണ്ടാവും. ഇതിന്റെ HDFC ERGOയുടെ ഡ്രോബാക്ക് ഏറ്റവും മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് ഫാക്ടർ തന്നെയാണ്. നമ്മൾ പ്രീമിയം വെച്ച് മാത്രം കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രീമിയം ഹയർ സൈഡ് ആണ്, ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ക്ലെയിം മാക്സിമം കൊടുക്കുന്നു, എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുമ്പോൾ നമ്മുടെ ഏത് സാധനത്തിനും, അതായത് നമ്മൾ മാർക്കറ്റിലുള്ള ഏത് സാധനങ്ങളാണെങ്കിലും നല്ല സാധനത്തിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെയാണ് HDFC ഒപ്റ്റിമ സെക്യൂർ. നിങ്ങൾ ബെസ്റ്റ് സാധനം വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക് ഇതൊരു അഭികാമ്യമായ പ്ലാൻ അല്ല. അതായത് പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് എടുക്കാൻ നല്ലത്. PD ഉള്ളവർക്ക് 3 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വരുന്നുണ്ട്. കാരണം വേറെ മാർക്കറ്റിലും ഞാൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ നമുക്ക് അസുഖങ്ങൾ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് day 1 തൊട്ട് തന്നെ കവർ ചെയ്യുന്ന പ്ലാൻസ് അവൈലബിൾ ആണ്. ഈ പ്ലാൻ PD പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് HDFC ERGO ഒപ്റ്റിമ സെക്യൂറിനെ നമ്പർ 1 പൊസിഷനിൽ നിർത്തുന്ന കാര്യവും ചെറിയ ഡ്രോബാക്സും ഞാൻ സംസാരിച്ചു. 2025 ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ റാങ്ക് പട്ടികയിൽ 2ാം സ്ഥാനത്ത് വരുന്നത് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആക്റ്റീവ് 1 മാക്സ് എന്ന പ്ലാനാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് 3, 4, 5 മാസം മുന്നെയാണ് പ്ലാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഫെസിലിറ്റി ആയിട്ട് വന്നിട്ടുള്ള പ്ലാനാണ്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഓൾമോസ്റ്റ് നല്ലൊരു ക്ലെയിം സെറ്റിൽമെന്റ് 95% അടുത്ത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ട്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ അറൌണ്ട് 10,000 നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആദിത്യ ബിർളയ്ക്ക് ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ക്രോണിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, കൊറോണറി ആർട്ടറി ഡിസീസ്, ലിപ്പിഡീമിയ, COPD ഇതൊക്കെ നമുക്ക് day 1 തൊട്ട് കവർ ചെയ്യാവുന്ന ഫീച്ചർ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു PD ഉള്ളവർക്ക്, ഇങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്ക് day 1 തൊട്ട്, അതായത് 34 ദിവസം തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടാവുന്ന ഫെസിലിറ്റി ഈ പ്ലാനിലുണ്ട്. ഇത് വളരെ നല്ല, അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ ഒരു മികച്ചതായി വരുന്നു. നമ്മുടെ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് വരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ഫീച്ചർ ഒരു ഹെൽത്തി ലിവിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു 325 ഡേയ്സ് ഒക്കെ വർഷത്തിൽ നടക്കുകയാണെങ്കിൽ 100% പ്രീമിയർ വേവർ തരുന്ന ഒരു ഫീച്ചർ വേറൊരു കമ്പനിക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 100% ഒരു പ്രീമിയം വേവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീച്ചർ, അതായത് നമ്മളെ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള ഒരു കാര്യം കൊണ്ടും കൂടി ഈ പ്ലാൻ, അതായത് ആക്റ്റീവ് 1 മാക്സ് ആദിത്യ ബിർളയുടെ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കുകയാണ്. അതുപോലെ തന്നെ പ്രീമിയം എക്കണോമിക്കലാണ്. പ്രീമിയം വലിയൊരു ഹൈ പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രീമിയത്തിൽ ഇത്രയധികം ഫീച്ചേഴ്സ് തരുന്നുണ്ട്. കോപ്പേ ഇല്ല, റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല, സബ്ലിമിറ്റ്സ് ഇല്ല, ആയുർവേദം ഫുൾ കവേർഡ് ആണ്. പിന്നെ നമ്മൾ 10 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് തന്നെ അത് 5 ടൈംസ് ആയി 60 ലക്ഷം രൂപയിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും കൂടുന്ന ഒരു ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചറോടുകൂടി നല്ലൊരു പ്ലാനാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആക്റ്റീവ് 1 മാക്സ്. ഈ പ്ലാനിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് കമ്പനി വന്നിട്ടുള്ളത് അറൌണ്ട് ഒരു 9 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ഇപ്പൊ HDFC ERGO പറഞ്ഞു 20 ഇയേഴ്സ് ആയി, ഇവിടെ 9 ഇയേഴ്സേ ആയിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ആദിത്യ ബിർള പോലത്തെ വലിയൊരു ബ്രാൻഡിന്റെ സപ്പോർട്ട് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇതിലെ കംപ്ലൈൻസ് റേഷ്യോ, നേരത്തെ ഞാൻ പറഞ്ഞു HDFC കംപ്ലൈന്റ് റേഷ്യോ വളരെ കുറവാണ്. അതായത് 10,000-ൽ 9 കംപ്ലൈന്റ്, 8 കംപ്ലൈന്റ് ഒക്കെ വരുന്നത്. ഇവിടെ 10,000-ൽ 22 കംപ്ലൈൻസ് റേഷ്യോ ലിറ്റിൽ ബിറ്റ് ഹൈ. HDFC കമ്പനി ലിറ്റിൽ ബിറ്റ് ഹൈ അത് ആണ് വരുന്നത്. അപ്പോൾ പ്ലാൻ ഈ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലാനുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിലോ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാം ഈ കാണുന്ന നമ്പറിൽ. ഇനി നമ്മുടെ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് വരുന്നത് നിവാ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആസ്പെയർ ടൈറ്റാനിയം പ്ലസ് വേർഷൻ ആണ്. നിവാ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിന്റെ 3rd സ്ഥാനത്ത് വരുന്നത്. എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രീമിയം ആണ്. ഇതിന്റെ വലിയൊരു ഹൈ പ്രീമിയം എന്ന് പറയാൻ എക്കണോമിക്കൽ ആയ പ്രീമിയം ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇത് അവൈലബിൾ ആണ്, ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡ് ഓൺ കവർ ടു റെഡ്യൂസ് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ആഡ് ഓൺ കവർ ഉണ്ട്. ഇന്റർനാഷണൽ കവറേജ് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. അതുപോലെ ലോക്ക് ദ ക്ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ ഫസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ പ്രീമിയം കൂടാത്തൊരു ഫെസിലിറ്റി. കാരണം ഞാനെന്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 20 കൊല്ലമായി ഇൻഷുറൻസിൽ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 10 കസ്റ്റമേഴ്സ്, നമുക്ക് ഇപ്പൊ എനിക്കൊരു 1000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ 10 കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ 1-2 പേർക്കാണ് ക്ലെയിം വരുന്നത്. ക്ലെയിം വന്നു തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലെയിം വരാറുണ്ട്. ബാക്കി കുറെ പേർക്ക് 5-10 കൊല്ലമായിട്ട് ക്ലെയിം വരാത്ത കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സിന് പ്രീമിയം കൂടാത്ത ഫെസിലിറ്റി ഫസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്ലാനാണ്. ആസ്പെയർ പ്ലാനാണ്, നിവാ ബൂപ്പ കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പ്ലാനാണ്. അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റും ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച നിവാ ബൂപ്പയാണ്. ഏറ്റവും നല്ല രീതിയിൽ ആ ഫെസിലിറ്റി കൊടുക്കുന്ന കമ്പനിയാണിത്. അതുപോലെ തന്നെ കോ പേയ്മെന്റ് ഇല്ല, റൂം റെന്റ് ക്യാപ്പിംഗ് ഇല്ല, അങ്ങനത്തെ ആയുഷ് 100% ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട്
ഇത് നമ്മുടെ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തേക്ക് വരികയാണ്. ഇതിന് ഒരു ചെറിയ ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ HDFCയും ആദിത്യ ബിർള കമ്പനിയും കുറച്ചുകൂടി കുറവാണ്, 93% ഉള്ളൂ. അതാണ് പറയാവുന്ന ഒരു ഡ്രോബാക്ക് ഉള്ളൂ. നമ്മുടെ റാങ്കിങ്ങിൽ നമ്മുടെ 2025 ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസിന്റെ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് വരുന്നത് ടാറ്റ AIG കമ്പനിയുടെ മെഡിക്കെയർ പ്രീമിയം പ്ലാൻ ആണ്. ടാറ്റ ബ്രാൻഡ് പറയുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്, അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ക്വാളിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റിലും വളരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വളരെ മികച്ചതാണ്, 97% ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ 10,000+ ഉണ്ട്. റൂം റെന്റ് ക്യാപ്പിംഗ് പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. എവറി ഇയർ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെന്റൽ OP അവൈലബിൾ ആണ്. 2 years കഴിഞ്ഞാൽ റൂട്ട് കനാൽ പോലും ഡെന്റൽ OP അവൈലബിൾ ആയിട്ടുള്ള ചുരുക്കം ചിലവിൽ 1-2 പ്ലാൻസ് ഉള്ളൂ, അതിലൊരു പ്ലാനാണ് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയർ പ്ലാൻ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ഉണ്ട്. ഇതില് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ 4-ാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയർ. ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത് പ്രീമിയം കുറച്ച് ഹയർ സൈഡിലേക്ക് വരും. നേരത്തെ HDFCയുടെ പറഞ്ഞു പ്രീമിയം കുറച്ച് ഹയർ സൈഡാണ്, അതുപോലെ തന്നെ പ്രീമിയം കുറച്ച് ഹയർ സൈഡാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്. നമ്മുടെ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത് വരുന്നത് കെയർ ഹെൽത്ത് കമ്പനിയുടെ കെയർ സുപ്രീം പ്ലാൻ ആണ്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും മോസ്റ്റ് എക്കണോമിക്കൽ പ്രൈസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ പ്ലാനുകളും നേരത്തെ പറഞ്ഞ പ്ലാനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് ഇവരുടേത്. അതായത് വലിയ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച നമുക്ക് പറയാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിന്റെ സുപ്രീം പ്ലാൻ റൂം റെന്റ് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. നമ്മൾ 10 ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും ഒരു 5 കൊല്ലം കൊണ്ട് തന്നെ 6 കൊല്ലം കൊണ്ട് 60 ലക്ഷം 70 ലക്ഷം രൂപയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡബിൾ ചെയ്തു പോകുന്ന ഒരു ഫെസിലിറ്റി ഇതിലുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ABCD കണ്ടീഷൻസ് പറയും, അതിന് നമുക്ക് day 1 തൊട്ട് 31st ഡേ തൊട്ട് തന്നെ കവർ ചെയ്യാവുന്ന ഓപ്ഷൻസ്, ഇത് ഇൻസ്റ്റന്റ് കവർ എന്നുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. നല്ലൊരു പ്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പ് 5 റാങ്കിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സുപ്രീം പ്ലാൻ ആണ്. ഇതിന്റെ ഡ്രോബാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 91%-ലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലൈൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ് കമ്പനിയുടെ, 36 out of 10,000. നേരത്തെ പറഞ്ഞ HDFCയുടെ ഒക്കെ 9 ഇവിടെ 36 ഉണ്ട്. ആ ഭാഗത്ത് കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു പ്രൈസിങ് HDFCയുടെ നേരത്തെ ഞാൻ പ്രൈസ് പറഞ്ഞു, പ്രൈസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ക്ലെയിം കൊടുക്കുന്നു. ഇവിടെ പ്രൈസ് കുറച്ച് ലോ ആണ് ഇടുന്നത്. അപ്പോൾ അവർക്ക് ക്ലെയിമിൽ കുറച്ച് ഇത് ചെയ്യേണ്ടി വരും. ഇനി ഹോണറി മെൻഷൻ ആയിട്ട് ചില കമ്പനീസിന്റെ പ്രൊഡക്റ്റുകളുണ്ട്. ബജാജിന്റെ ഹെൽത്ത് ഗാർഡ് നല്ലൊരു പ്ലാൻ ആണ്. നമ്മുടെ ടോപ്പ് 10 പറയാൻ വെച്ചാൽ അത് വരും. ICICIയുടെ എലിവേറ്റ് പ്ലാൻ വരും. അതുപോലെ തന്നെ മണിപ്പാൽ സിഗ്നയുടെ സർവാഹ പ്ലാൻ വരും. ഇതൊക്കെ നമ്മുടെ ടോപ്പ് 10 നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന പ്ലാനാണ്. ടോപ്പ് 5 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പ്ലാൻസിനെയും കൂടി ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ 2025 ഏറ്റവും മികച്ച 5 ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്ലാനുകളിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ കോട്ട് എടുക്കണമെങ്കിലോ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ എനിക്ക് വാട്സപ്പ് ചെയ്യാം, എന്നെ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ.